അങ്ങനെ ചുമയാണ് രാവിലെ. തണുപ്പടിച്ചിരിക്കണേടാ. രാവിലെ ഞാൻ ഏതാനും കുത്തിപ്പൊക്കിക്കൊണ്ടേ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ വന്നേക്കണേ. ഏതാനും എന്താ നമ്മുടെ പ്ലാൻ എന്താണെന്ന് അതല്ല പ്ലാൻ പറ. മീൻ പിടിക്കാനല്ലേ വന്നേക്കണേ? മീൻ പിടിക്കാൻ നമ്മള് വള്ളത്തിൽ പോകും. അതേ മീൻ കൊണ്ടേ തീറ്റയിടും. അതായത് നമ്മള് കരയുന്നല്ലേ വള്ളത്തിൽ പോയ വീശും. നമ്മള് 5-6 കരിമീൻ പിടിക്കണം. 5-6 കരിമീൻ എന്തിനാ പിടിക്കണെന്ന് വെച്ചാലേ ഈ നാളെ 1-ാം തീയതി ആണല്ലോ. ഞങ്ങളാണെങ്കിൽ ഈ മീൻപിടുത്തക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണേ നാളെ 1-ാം തീയതി മീൻ കഴിച്ചങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ മീനിന് മുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ കരിമീനെ പിടിക്കാമെന്ന് എഴുതി ഇറങ്ങിയാണ്. ശരിക്കും ഞാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല. ഇനി രാവിലെ എഴുന്നേറ്റ് കുറേ മീനെ പിടിച്ചുകൊണ്ടേ മാർക്കറ്റിൽ കൊണ്ടേ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ പ്ലാനൊക്കെ ഉറക്കം ചതിച്ച് കഴിച്ചു. അത് മാത്രമല്ല മുടിഞ്ഞ മഞ്ഞുമായിരുന്നു. ഇവനെ വിളിക്കുമ്പോൾ ഇവനാണെങ്കിൽ പുതപ്പെടുത്ത് തന്നെ മൂടിയിട്ട് വീണ്ടും കിടന്നുറങ്ങി പോയി. അപ്പോൾ എന്തായാലും കറക്കുള്ള മീനെങ്കിലും പിടിക്കണം നമുക്ക്. അതാണ് ഞങ്ങളുടെ പ്ലാൻ ബി ആയിപ്പോയിന്ന്. എന്നാ വലയെടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് വലിച്ചിട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള തീറ്റയും കൂടി എടുത്തേക്കാം തന്നെ. ശരിക്കും ഇന്ന് മീൻ നല്ല വില കിട്ടേണ്ടതായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ കൊണ്ടേ കൊടുത്തേച്ചെങ്കിൽ ഉണ്ടല്ലോ കരിമീനും പിടിച്ചുകൊണ്ടേ കൊടുത്തേച്ചെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടേ ഇട്ടേച്ചെങ്കിൽ തീ വിലയായിരുന്നു തന്നെ. 31-ാം തീയതി അതുകൊണ്ടിട്ട് നല്ല വില കിട്ടും. നാളെ മീൻ നല്ല ഡിമാൻഡുള്ളതല്ലേ. ശരിക്കും എൻ്റെ പൈസ പോയി കഴിച്ചെന്ന്. പിടിക്കേ അടുപ്പിച്ച് പിടിക്കുക. ഞാനൊന്ന് കയറട്ടെ അതിനകത്താട്ട്. ഒറ്റക്കാണാ പോണ. ഞാൻ കയറിക്കോളാം. യെസ് അങ്ങോട്ട് എടുത്തു ആദ്യമേ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ ചെമ്മീൻ്റെ കുഞ്ഞിനെ ഞാൻ തുറന്ന് വിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം 2 ദിവസം കുറച്ചൊരു 3-4 ദിവസം കിടക്കട്ടെന്ന് വിചാരിച്ച കാര്യം നമ്മുടെ ചിറയുടെ സൈഡിൽ 2-3 ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടച്ചില്ലെങ്കിൽ ഈ ചെമ്മീൻ കെട്ടിയിരുന്ന ചെമ്മീനെല്ലാം കൂടി അപ്പുറത്ത് ചെമ്മീൻ കെട്ടി പോയി കിടക്കും. അപ്പോൾ ലാഭം പുള്ളിക്കാവും. ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല, അതൊന്നും നോക്കല്ല. എന്നാലും കുറച്ചുകൂടി വലുതായിട്ടെന്ന് വിചാരിച്ച് ഒരു ഇത്രയൊക്കെ ആയിട്ടേ നമ്മൾ വിടണുള്ളൂ. ഒരു അരത്തുള്ള ചെമ്മീൻ്റെ പരിവ്. ശരിക്കും മഞ്ഞങ്ങനെ മാറി വരുന്നതല്ലേ. ഞങ്ങൾ ആ വരുന്ന സമയത്ത് ഇത് പുകഞ്ഞ് കിടക്കണായിരുന്നല്ലേ താനെ. കള്ളൻ ഈ സൈഡിലല്ലേ. നീ കള്ളനെ നോക്കാൻ പോണല്ല, നീ അവിടെ പിടിക്കും. അത്രയും മുളക്കണ്ട. അത്ര ഈ സൈഡിൽ പിടിച്ചോ, പടിഞ്ഞാറ് സൈഡിൽ പിടിച്ചോ. അവിടെ തന്നെ. ഓക്കെ കണ്ടാ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊക്കെ വ്യത്യാസം വന്നു കേട്ടാ. കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കല്ലേ തന്നെ. നീ കാണുന്നില്ലല്ലേ, വെള്ളത്തിനടിയിലാകുമ്പോൾ നടക്കണം. ഇവിടെ കരിമീനുണ്ടോ? ഇവിടെ ഉണ്ടാവുമായിരിക്കും കരിമീൻ. നമ്മൾ കരിമീനെ പിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡിലാട്ടാ വീശാൻ പോണത്. ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. ഞാനാണെങ്കിൽ ഇവിടെ വീശിയിട്ടില്ല ഇതുവരെ. കരിമീനെ വീശണണ്ട. ഇങ്ങനെ അരികിലിട്ട് വീശിയാലേ കരിമീനെ കിട്ടുള്ളൂ. കരിമീനൊക്കെ പകുതി അത് ചെറിയല്ലേ ഇപ്പുറത്താട്ട് ഓടി ചെറിയക്കൂടി കരകൂടായിട്ട് കയറിയാലല്ല. കരയിൽ കയറി നമ്മളവരെ പിടിക്കും. ചെന്ന് നിൽക്കുക തന്നെ ബാഗായിട്ട് ഭയങ്കര എടുക്കും. എന്താണ്ട് മീനൊക്കെ പെട്ടിട്ടുണ്ടതാണ്. അപ്പൊ എന്താ പറഞ്ഞത് എന്നോട്? കരിമീനാണോ പറഞ്ഞത്? കണ്ടല്ല സൈസ് കണ്ടല്ല. നമ്മട്ട കളി. കരിമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കിട്ടുന്ന ബോണസുകളാണ്. ഞാൻ തീറ്റയും കുടിക്കുകയില്ല,
വെള്ളവും കുടിക്കില്ല, അതൊക്കെ മരം എടുത്ത് കുടിച്ചേക്കും അല്ലേ തന്നെ, കുഞ്ഞിനെ ഇടിയേവില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, കരിമീനെ കണ്ടമാനം പിടുത്തം പിടിക്കില്ല കേട്ടോ. കരിമീനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ സൈസായ കരിമീനെ മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ കെട്ടൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ നാച്ചുറലായിട്ട് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അവനെ നമ്മൾ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങി ഇടേണ്ടി വരും. ഇവനെ കണ്ട, ഇവനെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ മോനെ സീനായിരിക്കും അല്ലേടാ. അത് പോരാ, കരയിൽ വീശിയിടണം. കരയിൽ വീശിയിട്ടിട്ട് വേണം ഇറങ്ങി പിടിക്കണം ശരിക്കും. എന്നാൽ ഒരു വല വീശിയാൽ മതിയായിരുന്നു ശരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങി കരയിൽ ഇങ്ങനെ വീശിയിട്ടിട്ടുണ്ടല്ലോ, ഇറങ്ങിയിട്ട് ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ഒന്ന് അനക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കരിമീൻ കിട്ടേണ്ടതാണ്. ഗതി കേട്ടാ ഞങ്ങൾ ഏതാനും കൂടി ഇറങ്ങും. ഞാനല്ലേ ഏതാനും ഇറങ്ങും അല്ലേ, എനിക്കിത് നനക്കാൻ കഴിയല. ഇനി സൈഡിട്ട് വീശിയതാ, പണി മാറിപ്പോയി. ഓലക്കെട്ട് കൊണ്ടല്ലേ അപ്പൊ അത് എവിടെയോ കൊണ്ട്. ഇനിയേ അവസാനം ഞങ്ങൾ തീരുമാനിച്ച് ഇറങ്ങി പിടിച്ചാലേ മീൻ കിട്ടുള്ളൂ. മീൻ കരിമീനല്ലേ, പൂണ്ട് പോകും. കാണിച്ചു കൊടുക്ക്, ചാടി പോകണ്ട നോക്കാം. ഏകദേശം അത്ര സൈസ് അതിനേക്കാൾ ചെറിയ സൈസാണ്. അതിനകത്തോണ്ട് ഇടാം. നമുക്ക് എത്ര കരിമീൻ വേണം അതാനെ? നമുക്ക് 5 കരിമീൻ പോരാടാ. 3 2 വേണം അല്ലേ? അഞ്ച് കരിമീൻ നമ്മൾ പിടിക്കും പെട്ടെന്ന്. എവിടെ മീഡിയം ഇല്ല അപ്പൊ. അല്ല, ഇതിനെ എടുക്കാൻ പാടില്ല. ഇതിനെ എടുത്താൽ നമ്മുടെ ചെമ്മീൻ കെട്ട് ചീത്തയായി പോകും. ഇത് നമുക്ക് തുമ്പച്ചിയാണല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള മീനുകളെ എടുക്കരുത്. ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടല്ലോ, ആദ്യം ഞങ്ങൾ കുറച്ച് മീൻ പിടിക്കാൻ വന്നാൽ ഞങ്ങൾ എന്തോരം മീൻ പിടിച്ചെന്ന് നോക്കിയേ. ഏതായാലും കാണിച്ചു കൊടുത്തേടാ, തുറന്ന് കാണിച്ചു കൊടുത്തേടാ. ഏതായാലും ഞങ്ങൾ കറി വെക്കാനുള്ള മീൻ പിടിച്ച് വന്നപ്പോഴേ ഞാൻ അകത്ത് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. എന്നാൽ പിന്നെ ഓർത്ത് എന്നാൽ കുറച്ച് മീൻ പിടിച്ചേക്കാന്ന്. പക്ഷേ ഇത്രയും മീൻ പിടിച്ചാൽ പോരായിരുന്നു. വേലിയേറ്റം നല്ല വേലിയേറ്റം തേക്കിനാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടി മീൻ കിട്ടിയാനെ. അതിൽ നഷ്ടമൊന്നും വേണ്ട. എൻ്റെ അകത്ത് കയറി കാണിച്ചു കൊടുക്കാം. വാതി പിടിക്കി, വല കത്തി പിടിക്കി. വേണ്ട വേണ്ട, എത്ര മീനുണ്ടാ ഞങ്ങളുണ്ടല്ല. ഇന്ന് ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 31-ാം തീയതി അല്ലേ, ഈ വർഷത്തെ ലാസ്റ്റത്തെ മീൻപിടുത്തമാണ് ഞാനും വേതാങ്കൂട്ടും കൂടി പിടിച്ചതല്ലേ തന്നെ. പിന്നെ എന്താ സംഭവം വെച്ചാൽ നാളെ ഇന്നിപ്പോൾ കറി വെക്കാനുള്ള മീൻ എടുത്തിട്ട് ഞങ്ങൾ നാളെ ഞങ്ങളിത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് കുറേ കാശ് കിട്ടും. കുറേ കാശല്ല, കുറച്ച് കാശ് കിട്ടും. പറ്റും ഞങ്ങൾ ഇന്ന് രാത്രി വലയിട്ട് മീൻ പിടിക്കും കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇന്ന് ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് നടക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് മീൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാമല്ലോ ഞങ്ങളുടെ ചെമ്മീൻ കിട്ടൽ ലാഭത്തിലാണെന്ന്. എന്താ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പൈസ കിട്ടിയല്ലേ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. ടാറ്റ. ഞങ്ങൾ ഇതിനെ കൊണ്ടിട്ട് എന്താ വെക്കണം, ഫിഷ് മോളി വെച്ച് കഴിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. 1-ാം തീയതി അല്ലേ. അപ്പോൾ ടാറ്റ. ഇതിന് കുറച്ച് വെള്ളത്തിൽ ഇടാം, കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. ഐസ് ടീ എടുത്ത് വെള്ളത്തിൽ കൂടി ഇടണം തന്നെ, അല്ലെങ്കിൽ മുങ്ങിപ്പോയല്ല. ഇതെല്ലാം ചത്തുപോകും. ജീവനോടെ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. നല്ല വിലയായിരിക്കും നാളെ മാർക്കറ്റിൽ. ഇന്നായിരിക്കും ഏറ്റവും നല്ല വില. പക്ഷേ ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ഉറങ്ങിക്കളഞ്ഞില്ലേ.